കർത്താവിൻ്റെ നല്ല വചനം നമ്മളോട് പറയുന്നു പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഹല്ലേലൂയ. അപ്പം ഈ തിരുവചനം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 25, 26 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് നമ്പേഴ്സ് 25 to 26. ഹല്ലേലൂയ. ജെനസിസ് ചാപ്റ്റർ 49 വേഴ്സ് നമ്പേഴ്സ് 25 and 26 ഇങ്ങനെ പറയുന്നു. ഇത് ജോസഫിന് ജേക്കബ് കൊടുത്ത അനുഗ്രഹമാണ്. അപ്പം ജോസഫിന് ഇങ്ങനെ അനുഗ്രഹം കൊടുത്തത്: May the God of your father help you. May the Almighty bless you with the blessings of the heavens above and blessings of the watery depths below and blessings of the breast and womb. അതിൻ്റെ 25 ഒന്ന് വായിക്കാം. നിങ്ങൾ 25 ഉൽപ്പത്തി പുസ്തകം 49 25. നിന്റെ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. അപ്പം നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ യാക്കോബ് ജോസഫിനോട് പറയുക, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായവൻ, അല്ല, നിന്റെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ സഹായിക്കും. അവൻ സർവശക്തൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് ആകാശത്തിൻ്റെ മേളിലുള്ള സകല അനുഗ്രഹങ്ങളും വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദി ഹെവൻസ് അബവ്, സ്വർഗത്തിൻ്റെ മേളിലുള്ള സകല അനുഗ്രഹങ്ങളും നിനക്ക് നൽകിയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പം നമുക്കിത് കാണാൻ സാധിക്കും, അവിടെ നമുക്ക് വരാം. പക്ഷേ യാക്കോബ് ജോസഫിനെ അനുഗ്രഹിക്കുക. നിന്റെ പിതാക്കന്മാരുടെ അനുഗ്രഹം, സർവശക്തനായ ദൈവം നിന്നെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? സ്വർഗത്തിൻ്റെ മേളിലുള്ള സകല അനുഗ്രഹങ്ങളും ആകാശത്തിന്റെ കീഴിലുള്ള അനുഗ്രഹങ്ങൾ, എവിടെ? താഴെ കിടക്കുന്ന ജലത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന അനുഗ്രഹങ്ങളും. ഹല്ലേലൂയ. ആൻഡ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ വാട്ടറി ഡെപ്ത്സ് ബിലോ, അല്ലേ? അത് വായിച്ചേ. ആകാശത്തിന്റെ കീഴില് ആഴത്തിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളങ്ങളുടെ, സമുദ്രങ്ങളുടെ അടിയിൽ കിടക്കുന്ന ഗുപ്തനിധികൾ നിനക്ക്. ഓ ഹല്ലേലൂയ. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്നില്ലേ, ഓയില് ഈ വെള്ളത്തിൻ്റെ ഒക്കെ അടിയിൽ ചെന്ന് ഓയിൽ റിഗുകളൊക്കെ കടലിൻ്റെ ഒക്കെ അടിയിൽ കിടന്നിട്ട് അവർ ഓയിൽ ഊറ്റിയെടുക്കുന്നത്. എന്തുമാത്രം അനുഗ്രഹമായി, എത്ര വിലയേറിയത്! സ്വർണ്ണക്കനികളൊക്കെ പല സ്ഥലങ്ങളിലുള്ളത്, അതൊക്കെ ഡിപ്പോസിറ്റ്സ് അല്ലേ? ഭൂമിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഡിപ്പോസിറ്റ്സ്, വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന നന്മകൾ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം, ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ദ ബ്രെസ്റ്റ് ആൻഡ് ഓഫ് ദ വൂംബ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ തലമുറകളെ തന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന്. ജോസഫിൻ്റെ മേൽ കിടക്കുന്ന, എന്ന് വെച്ചാൽ ജോസഫിൻ്റെ വംശത്തിൻ്റെ മേൽ കിടക്കുന്ന പിതാക്കന്മാരുടെ അനുഗ്രഹം. നമ്മൾ പറയത്തില്ലേ പിതാക്കന്മാരുടെ അനുഗ്രഹം. അപ്പം എന്നാ വലിയ അനുഗ്രഹമാണ് കിട്ടിയത്! ആകാശത്തിൻ്റെ മേളിലുള്ളത്, ഭൂമിയുടെ താഴെയുള്ളത്, വെള്ളത്തിൻ്റെ അടിത്തട്ടിലുകളിലുള്ളത്, ഉദരങ്ങളുടെ അനുഗ്രഹങ്ങൾ. എന്നിട്ട് 26 വാക്യം, മേ ദ ബ്ലെസ്സിങ്സ് ഓഫ് യുവർ ഫാദർ സർപാസ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദി ഏൻഷ്യന്റ് മൗണ്ടൻസ് റീച്ചിങ് ടു ദ ഹൈറ്റ്സ് ഓഫ് ദി ഇറ്റേണൽ ഹിൽസ്. മേ ദീസ് ബ്ലെസ്സിങ്സ് റെസ്റ്റ് ഓൺ ദ ഹെഡ് ഓഫ് ജോസഫ് ഹു ഇസ് എ പ്രിൻസ് അമംഗ് ഹിസ് ബ്രദേഴ്സ്. 26 വാക്യം, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കും മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളവും ബലപ്പെട്ടു. ആമേൻ. അപ്പം വചനം അവിടെ പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം എങ്ങനെയാ? നിന്റെ പിതാക്കന്മാരുടെ അനുഗ്രഹം ഞാൻ ഈ തന്നെ, എന്ന് വെച്ചാൽ 25 വാക്യത്തിൽ നിന്റെ മേൽ തന്ന അനുഗ്രഹം ഈ മലകളുടെയും വിഗ്രഹങ്ങളുടെയും പല പാരമ്പര്യത്തിനെക്കാട്ടിലും വലിയ അനുഗ്രഹമാണ് പിതാക്കന്മാരുടെ അനുഗ്രഹം. ഹല്ലേലൂയ. എന്നൊന്ന് പറഞ്ഞേ, പിതാക്കന്മാരുടെ അനുഗ്രഹം. ഹല്ലേലൂയ. അപ്പോൾ ഇത് പഴയ നിയമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പുതിയ നിയമത്തിൽ വരാം. പക്ഷേ ഒന്ന് നോക്കാം ഈ പഴയ കാലത്തെ അവരുടെ അനുഗ്രഹം. അപ്പോൾ ഈ പഴയ കാലത്ത്, പഴയ നിയമത്തിനകത്ത് അപ്പന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ അനുഗ്രഹത്തിന് ഭയങ്കര വിലയാണ്. അതാ നമ്മൾ 28 അധ്യായം ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പം ദൈവം ജേക്കബിനോട് ഇടപെട്ടത് എങ്ങനെയാ? 13 വാക്യത്തിനകത്ത് ജേക്കബിനോട് ദൈവം ഇടപെടുക. ഒരു കോവേണിപ്പടിയുടെ മേളിൽ ദൈവം നിന്നിട്ട് ഇങ്ങനെ പറയാ, ഞാനാണ് ദൈവം.
ആരുടെ ദൈവമാ? നിന്റെ അപ്പൂപ്പനായ അബ്രഹാമിൻ്റെ ദൈവം, നിന്റെ അപ്പനായ ഇസഹാക്കിൻ്റെ ദൈവം. യാക്കോബിനോട് പറയുക, യാക്കോബേ, ഞാനാകുന്നു സർവശക്തനായ ദൈവം. നീ ദൈവത്തിനെ മുഖാമുഖം കണ്ടു യാക്കോബേ. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നാ ദൈവം പരിചയപ്പെടുത്തുന്നേ. ഓ, ദൈവത്തിന് അഭിമാനം തോന്നി ദൈവത്തിന് പറയാൻ, യാക്കോബേ, ഞാൻ നിന്റെ അപ്പൂപ്പനായ അബ്രഹാമിൻ്റെയും നിന്റെ അപ്പനായ ഇസഹാക്കിൻ്റെയും ദൈവമാ. ഹല്ലേലൂയ. നമ്മൾ മോശയുടെ അടുക്കലേക്ക് വരുമ്പം ദൈവം മോശയോട് പറയുമ്പം ദൈവം പറയുവാണ്, മോശേ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാ. ഹല്ലേലൂയ. അന്ന് ബേഥേലിൽ വെച്ച് യാക്കോബിനോട് ഇടപെട്ട ദൈവം പിന്നെ മോശയിലേക്ക് വരുമ്പം ദൈവം മോശയോട് പറയുക, മോശെ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഇന്ന് പുതിയ നിയമ വിശ്വാസിയായ നമ്മളോട് ഓരോരുത്തരോടും നമ്മളെക്കുറിച്ച് ദൈവം മറ്റുള്ളവരോട് പറയും. നമ്മുടെ ഓരോ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പം ദൈവം പറയുക, ഹേ ജനമേ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും രജനിയുടെയും ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ വിളിച്ചു പറയുമ്പം ദൈവം നമ്മളിലൂടെ സംസാരിച്ചിട്ട് മറ്റുള്ളവരോട് പറയുക, ഞാൻ അന്നത്തെ ദൈവം, ഇന്നും ഞാൻ നിലനിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്നും ഞാൻ തലമുറയായിട്ട് ഉള്ള ദൈവം. സ്തോത്രം. യാക്കോബിനെ ആ ലിസ്റ്റിനകത്ത് കൂട്ടി ദൈവം. അന്ന് ബേഥേലിൽ ഒറ്റയ്ക്ക് നിന്ന് യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ വിശ്വസ്തനാ. നിന്റെ അപ്പനോടും അപ്പൂപ്പനോടും കാണിച്ച വിശ്വസ്തത ഇന്ന് ഞാൻ നിന്നോടും കാണിക്കും. തലമുറയായ ദൈവം. ഹല്ലേലൂയ. അപ്പന്മാരോട് കാണിച്ച വിശ്വസ്തത ഇന്ന് നമ്മളോടും കാണിക്കും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിനകത്ത് വരുമ്പം ജനസിസ് ചാപ്റ്റർ 27 അതിൻ്റെ 4-ാം വാക്യത്തിനകത്ത് വരുമ്പം അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒരു കള്ളത്തരം കാണിച്ച് യാക്കോബിൻ്റെ അമ്മ റെബേക്കായെ നമുക്ക് കാണാം. അപ്പം ഇതൊന്ന് മനസ്സിലാക്കണം. ഇത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം തൊട്ട് തുടങ്ങിയ ഒരു ഭാഗമായത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം തൊട്ട് തുടങ്ങിയത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വരുമ്പോൾ സ്തോത്രം അതിൻ്റെ 25-നകത്ത് 29-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 29 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 29 തൊട്ട് 31. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരേണം. ആമേൻ, സ്തോത്രം. അപ്പം ചേട്ടനായ ഈസാവ് വേട്ടയാടിയിട്ട് വന്ന് വിശന്നാ കയറി വന്നേ. അപ്പം യാക്കോബ് അവിടെ നിന്ന് ആഹാരം ഉണ്ടാക്കുക. അപ്പം യാക്കോബിനോട് ഇസാവ് പറഞ്ഞു, എനിക്ക് നീ ഉണ്ടാക്കുന്ന എന്താണേലും എനിക്കിങ്ങെത്താ. അത് ഇംഗ്ലീഷിലെ സ്റ്റ്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണെങ്കിലും സൂപ്പോ സ്റ്റ്യൂവോ പായസമോ എന്തേലും. വിശന്ന് കയറി വന്നപ്പം തരാൻ പറഞ്ഞപ്പം 31-ാം വാക്യം യാക്കോബ് എന്താ പറഞ്ഞത്? നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക. നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പം ജ്യേഷ്ഠാവകാശത്തിനകത്ത് പഴയ നിയമത്തിൽ ഭയങ്കര പ്രാധാന്യമാണ്. ജ്യേഷ്ഠനായി ജനിച്ച അല്ലെങ്കിൽ മൂത്ത സന്തതിയായി ജനിച്ചവന് ഇരട്ടി അവകാശമാണ്. അവൻ അപ്പൻ്റെ ഓഹരി കൊടുക്കും, അവൻ്റെയും ഓഹരി കൊടുക്കും. അപ്പം ഒരു കുടുംബത്തിനകത്ത് 2 സഹോദരങ്ങളുണ്ടെങ്കിൽ മൂത്ത ആൾക്ക് അപ്പൻ്റെ അവകാശവും കിട്ടും, മൂത്ത മകൻ എന്നുള്ള അവകാശവും കിട്ടും. അപ്പം ഇരട്ടി അവകാശമാണ് കൊടുക്കുന്നത്, ഇരട്ടി പങ്കാണ് കൊടുക്കുന്നത്. അപ്പം യാക്കോബ് എന്ത് ചെയ്തു? ബുദ്ധിശാലിയായി യാക്കോബ് പറഞ്ഞു, ഞാൻ നിനക്ക് ആഹാരം തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നീ എനിക്ക് നിൻ്റെ ജ്യേഷ്ഠൻ്റെ അവകാശം നീ എനിക്ക് വിട്ടുതരണം. യാക്കോബിന് വിവരമില്ലാത്തത് കൊണ്ട് യാക്കോബ് പറഞ്ഞു, ശരി, ഞാനത് തന്നേക്കാം. എന്നിട്ട് ഇസാവിന് വിവരമില്ലാഞ്ഞത് കൊണ്ട് ഇസാവ് പറഞ്ഞു, ശരി, ഞാൻ തരാം, നിനക്ക് ഞാൻ തന്നേക്കാം. എന്നിട്ട് അവിടെ 32-ാം വാക്യത്തിനകത്ത് പറയാം, ഞാൻ വിശപ്പും കൊണ്ട് മരിക്കുക, എൻ്റെ ജഡം കണ്ടോ, എന്നെ വിശപ്പ് എന്നെ ബോധ്യപ്പെടുത്തുക, ഞാൻ മരിക്കുക. ഇവിടെ ഞാൻ ജ്യേഷ്ഠാവകാശം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ നിനക്ക് തരാം. 33-ാം വാക്യത്തിനകത്ത് യാക്കോബ് പറയാ, നീ ആണയിട്ട് നിൻ്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് താ. അപ്പം ഇസാവ് അവിടെ ആണയിട്ട് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളയുക. സ്തോത്രം. ഒരു തൊട്ടി അപ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയോ തൻ്റെ ജഡത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി താൻ തൻ്റെ ജ്യേഷ്ഠാവകാശത്തിനെ തൻ്റെ അനിയന് വിട്ടുകൊടുക്കുക. സ്തോത്രം. പക്ഷേ ഈ ജ്യേഷ്ഠാവകാശം
ഈ അനുഗ്രഹം വായും കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് യാഥാർത്ഥ്യമായി തീരണം. എന്ന് പറഞ്ഞാൽ അപ്പൻ തലയിൽ കൈവച്ച് ഇത് റിലീസാക്കണം. ഇത് റിലീസാക്കാൻ വേണ്ടി 27-ാം അധ്യായം 28-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ 27 തൊട്ട് വായിക്കണം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ 27-ാം അധ്യായം മൊത്തം വായിക്കണം. 27-ാം അധ്യായം മൊത്തം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അമ്മയായ റബേക്ക കൂട്ടുനിന്നിട്ട് യാക്കോബിന് കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ട് യാക്കോബിനെ ഒരു വേട്ട മൃഗത്തിൻ്റെ വേഷമെടുത്ത് യാക്കോബിൻ്റെ ദേഹത്തിട്ടിട്ട് ആ വേട്ടമൃഗത്തിൻ്റെ രക്തത്തിൻ്റെ ആ മണവുമെല്ലാം യാക്കോബിൻ്റെ മേൽ പകർന്നു കൊടുത്തിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് നല്ല ചൂടപ്പവും ഇറച്ചിയുമായിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു. അമ്മ യാക്കോബിനെ പറഞ്ഞു വിട്ടിട്ട് യാക്കോബ് തൊടുന്നു, മണപ്പിക്കുന്നു. അപ്പം തൊടുമ്പോൾ ഒക്കെ ഈ രോമം, ഈ മൃഗത്തിൻ്റെ രോമമൊക്കെയാണ് തൊടുന്നത്. എന്നിട്ട് അപ്പനൊരു സംശയം തോന്നുന്നുണ്ട്. 21-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം 27-ന്റെ 21, 22 വാക്യങ്ങൾക്കകത്ത് യാക്കോബ് പറയുക, എനിക്ക് കണ്ണൊന്നും കാണത്തില്ല, പക്ഷെ ഞാൻ നിന്നെ ഒന്ന് തൊടട്ടെ, നീ ശരിക്കും എൻ്റെ മൂത്ത മകനായ ഇസാവ് ആണെന്ന് ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. തൊടുക അല്ല, എന്നിട്ട് പറയുക, തൊട്ടു നോക്കുമ്പം എനിക്കിങ്ങനെ ഇസാവ് ആണെന്ന് തോന്നുന്നു, പക്ഷെ നിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമ്പം എനിക്കത് ഈസാവിൻ്റെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിൻ്റെ ശബ്ദം യാക്കോബിൻ്റെ ശബ്ദമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് 23-ാം വാക്യം, ബട്ട് ഹി ഡിഡ് നോട്ട് റിക്കഗ്നൈസ് ജേക്കബ് ബിക്കോസ് ജേക്കബ്സ് ഹാൻഡ്സ് ഫെൽറ്റ് ഹെയറി ജസ്റ്റ് ലൈക്ക് ഇസാവുവിൻ്റെ കയ്യിലുള്ള രോമം പോലെ തോന്നി. എന്താ, മൃഗത്തിൻ്റെ രോമമൊക്കെ വെച്ച് അങ്ങ് പൂശി വെച്ചിരിക്കുക. എന്നിട്ട് അവിടെ ഒടുവിൽ നമ്മൾ കാണുന്നു യാക്കോബ് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. ഇസഹാക്ക് ഇസാവുവിന് കൊടുക്കേണ്ട മൂത്ത മകൻ്റെ അനുഗ്രഹം മൊത്തം യാക്കോബിന് റിലീസാക്കി കൊടുക്കുന്നു. കൈവെപ്പിനാൽ അനുഗ്രഹിച്ച് കൊടുക്കുന്നു. സ്തോത്രം. കൈവെച്ച് യാക്കോബിനെ അനുഗ്രഹിച്ചിട്ട് എന്തോ അനുഗ്രഹം എന്ന് നോക്കണേ. 28-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ന്റെ 28, 29 വാക്യങ്ങൾ. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വീഞ്ഞെന്ന് വെച്ചാൽ നിന്നെ തൃപ്തിയാക്കട്ടെ. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഫലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കന്നുകാലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഭൂമി അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ടോ, ഉയരത്തിൽ നിന്നുള്ള മഞ്ഞ് വീണ് നിനക്ക് നീ തൊടുന്ന ഭൂമി അനുഗ്രഹമായി തീരട്ടെ. അല്ലേ? എന്നിട്ട് 29-ാം വാക്യം, വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ. കണ്ടോ, നിന്റെ മുമ്പിൽ വന്ന് ജാതികളും വംശങ്ങളും തലകുനിച്ച് നിൽക്കട്ടെ. അവര് നിന്റെ മുമ്പിൽ വന്ന് നിന്നെ യജമാനനെ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കട്ടെ. എന്നിട്ട് ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായി. കണ്ടോ, നിന്റെ സഹോദരന്മാർക്ക് പോലും നീ പ്രഭുവായി തീരട്ടെ. നിന്നെ എല്ലാവരും സല്യൂട്ട് ചെയ്യട്ടെ. നിന്റെ മുമ്പിൽ എല്ലാവരും വന്ന് നമസ്കരിക്കട്ടെ. എന്നിട്ട് നിന്നെ ശപിക്കുന്നവര്, നിന്റെ സഹോദരന്മാര് നിന്നെ വണങ്ങട്ടെ. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരും നിന്നെ ശപിക്കുന്നവരെല്ലാവരും ശപിക്കപ്പെട്ടവരുമായി തീരട്ടെ എന്ന് പറഞ്ഞ് ആ വലിയ അനുഗ്രഹം കൈവെപ്പിനാൽ റിലീസാക്കുക. സ്തോത്രം. കൈവെച്ച് റിലീസാക്കുക. അപ്പം ഇത് പഴയ നിയമത്തിലായിരുന്നു. ഇത് കേൾക്കുമ്പം പലവരും ഓർക്കും, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ശപിച്ചല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞല്ലോ, എനിക്കെങ്ങനെ ഈ അനുഗ്രഹം കിട്ടാൻ സാധിക്കും? പക്ഷേ ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വന്ന് നിൽക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഇവരിതൊക്കെ ചെയ്തു കൂട്ടി. പഴയ നിയമത്തിൽ ഇസാവ് തനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ വെറുതെ കാറ്റത്ത് പറത്തി വിട്ടു.
അതിനെ നിസ്സാരമായിട്ട് കരുതി. ഈ ആദമിൻ്റെ മേലുണ്ടായിരുന്ന സകല അനുഗ്രഹങ്ങളും ഒരു പഴത്തിനു വേണ്ടി വിട്ടുകൊടുത്തു. ഇതെല്ലാം പോയി അല്ലേ? പക്ഷെ നമ്മളൊന്ന് പുതിയ നിയമത്തിലൊന്ന് വന്നേ. പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ എഫെസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിനകത്ത് പറയുന്നു, നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട്, നാം ക്രിസ്തുവിൽ യുണൈറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് ദൈവം സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. 1:3 എഫെഷ്യൻസ് ചാപ്റ്റർ 1 verse 3, all praise to God, the Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly realms because we are united with Christ. എങ്ങനെയാ? ശകലമല്ല, അല്പമല്ല, എണ്ണിപ്പെറുക്കിയല്ല. വചനം പറയുന്നു സകലതും. ഹല്ലേലൂയ. സകല, വിത്ത് എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ്, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. ആമേൻ. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്നെ ക്രിസ്തുയേശുവിലൂടെ, ഞാൻ ക്രിസ്തുവിൽ വന്നപ്പോൾ ഈ അപ്പൻ യാക്കോബിനോട് പറഞ്ഞില്ലേ, ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞില്ലേ, അതുപോലെ യാക്കോബ് ജോസഫിനോട് പറഞ്ഞില്ലേ, ആ അനുഗ്രഹങ്ങളെല്ലാം ക്രിസ്തുയേശു വഴി നമ്മുടേതായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് പിതാക്കന്മാരുടെ അനുഗ്രഹം ക്രിസ്തുയേശു വഴി എൻ്റേതായി തീർന്നു. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുയേശു വഴി എൻ്റേതായി തീർന്നു. ഇന്ന് എന്നെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, എന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എന്തെങ്കിലും കൈവച്ചാൽ എനിക്ക് ആ തൊടുന്നതെല്ലാം അനുഗ്രഹമായി തീരും. ഞാൻ മേടിച്ച ഭൂമി അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിലേക്ക് ലോകത്തെ സകല അനുഗ്രഹങ്ങളും കയറി വരും. ഞാനൊരു അനുഗ്രഹമാ. ഹല്ലേലൂയ. എൻ്റെ മേൽ പിതാക്കന്മാരുടെ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ടാ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, തിമോത്തിയോസേ മോനെ, നിന്റെ മേല് കൈവെപ്പിനാൽ കിട്ടിയ അനുഗ്രഹങ്ങളെ എല്ലാം നീ കത്തി ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് കൈവെപ്പിനാൽ കിട്ടിയ അനുഗ്രഹം, വാക്കിനാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ, അതെല്ലാം ഇന്ന് കത്തി ജ്വലിക്കണം. എങ്ങനെയാ കത്തി ജ്വലിക്കുന്നത്? പരിശുദ്ധ ആത്മാവാ ഇതിനെയെല്ലാം കത്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം എഫെസ്യരുടെ ലേഖനം 1:8 പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗീയ സ്ഥലങ്ങളിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മുടേതാണ്. എന്തുകൊണ്ടാ? നാം ക്രിസ്തുവുമായിട്ട് ഒന്നായിട്ടിരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കുന്നത് കൊണ്ട് പിതാക്കന്മാരുടെ അനുഗ്രഹം എൻ്റേതാ. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും എൻ്റേതാ. ഹല്ലേലൂയ. 2 പത്രോസിൻ്റെ ലേഖനം 1:3, 2 പത്രോസിൻ്റെ ലേഖനം 2 Peter chapter 1 verse 3. By his divine power, God has given us everything we need for living a godly life. We have received all of this by coming to know him, the one who called us to himself by means of his marvelous glory and excellence. വായിച്ചേ. തൻ്റെ മഹത്വത്താലും. ഓ, മലയാളത്തിൽ അത് വായിക്കാൻ എന്തൊരു സുഖമല്ലേ. തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ എന്താ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് വേണ്ടതൊക്കെയും, നമുക്കൊരു ധന്യമായ ജീവിതം ജീവിക്കാൻ, നമുക്കൊരു ഗോഡ്ലി ലൈഫ് ജീവിക്കാൻ, നമുക്കൊരു ഐശ്വര്യമായ ജീവിതം ജീവിക്കാൻ, ഈ ലോകത്തിൻ്റെ ദ്രവത്വത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ദ്രവത്വങ്ങളൊന്നും നമ്മളെ തൊടാതെ വണ്ണം. നമ്മൾ പണ്ട് പറയുമായിരുന്നു, ഓ നമ്മളുടെ നന്മയൊക്കെ കണ്ടാൽ അവർ കണ്ണുവെക്കും. അതിൽ നിന്നൊക്കെ, അതൊക്കെ ദ്രവത്വങ്ങളാണ്. ആ ദ്രവത്വങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കാൻ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം, ദൈവത്തിൻ്റെ ദിവ്യ ശക്തി, ഡിവൈൻ പവർ എന്നാ അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ, ഒരു ദൈവിക ജീവിതം ജീവിക്കാൻ നമുക്ക് വേണ്ട സകല ശക്തി നമ്മളുടെ മേൽ പകർന്നിട്ടുണ്ട്.
ഹല്ലേലൂയ, ക്രിസ്തു യേശു മൂലം നമ്മളുടെ മേൽ ഇതെല്ലാം പകർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം ഇവിടെ പറയുന്ന അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അമൂല്യവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അത് വചനം, ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് എക്സലൻസ് ഹി ഹാസ് ഗിവൻ us great and precious promises. Hallelujah. എന്നിട്ട് അവിടെ വാക്യം പറയുന്നത്, these are the promises that enable you to share his divine nature and escape the world's corruption caused by human desires. കണ്ടോ, മനുഷ്യരുടെ മോഹങ്ങളാൽ ഉദിച്ചു വരുന്ന സകല ദ്രവ്യങ്ങളിൽ നിന്ന്, ദ്രവത്വങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ നമുക്ക് അവൻ്റെ ദിവ്യ സ്വഭാവത്തിനെ തന്നിരിക്കുന്നു. ഇസാവുവിന് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവമില്ലായിരുന്നു, യാക്കോബിന് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവമില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്നോ ക്രിസ്തു യേശുവിൽ ഒന്നായി തീർന്നത് കൊണ്ട് നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം പകർന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തി പകർന്നിരിക്കുന്നു. ഈ ലോകത്ത് ദ്രവ്യച്ചു പോകാതെ, ഈ ലോകത്തിൻ്റെ ദ്രവ്യമോഹങ്ങൾക്കകത്ത് വീണു പോകാതെ ഒരു ദിവ്യ സ്വഭാവം കാഴ്ചവെച്ച് അതിശക്തരായി ജീവിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ രൂപവും ഛായയും ദൈവത്തിൻ്റെ സ്വഭാവവും നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നു. എഫെസ്യരുടെ ലേഖനം 1:8 പറയുന്നു, ദൈവത്തിൻ്റെ സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും, 1:3, എഫെസ്യർ 1:3 പറയുന്നു, സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോകണ്ട. അല്ല, ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ല. സ്തോത്രം. അവിടെ ഉണ്ട് അനുഗ്രഹം, ഇവിടെ ഉണ്ട് അനുഗ്രഹം, അവരുടെ കയ്യിലുണ്ട്, ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇനി ഞാൻ ഓടേണ്ട ആവശ്യമില്ല. എന്താ വചനം പറയുന്നത്? സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളും എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഈ വെളിപാട് യാക്കോബിനുണ്ടായിരുന്നെങ്കിൽ യാക്കോബ് ഇസാവിൻ്റെ പുറകെ നടന്ന് തൻ്റെ ജ്യേഷ്ഠാവകാശത്തിനെ കട്ടെടുക്കത്തില്ലായിരുന്നു, ആ കള്ളത്തരങ്ങളെല്ലാം കാണിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ഹല്ലേലൂയ, സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളും എൻ്റേതാണ്. ഇതാണ് അടയാളം. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ക്രിസ്തുവേശുവിലൂടെ എന്നിലേക്ക് വന്നതിൻ്റെ അടയാളം എന്താ എനിക്ക് തരുന്നത്? എനിക്കൊരു സ്വസ്ഥത തരുന്നു. ഇനി ഞാൻ ഓടി നടക്കണ്ട, എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഞാൻ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് സ്വർഗത്തിലുള്ള സകല ഗുപ്തനിധികളും എൻ്റേതാണ്. പിതാക്കന്മാരോട് വാഗ്ദത്തം പറഞ്ഞ സകല ഗുപ്തനിധികളും എൻ്റേതാണ്. ഞാൻ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്ത് കിട്ടാവുന്ന സകല, ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്തും കിട്ടാനിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും എൻ്റേതാണ്. ഹല്ലേലൂയ. നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ് പരിശുദ്ധ ആത്മാവിനെ നമുക്ക് ദാനമായി നൽകിയപ്പോൾ സകലതും നമ്മളുടെ മേൽ കർത്താവ് ഇട്ടു തന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എഫെസ്യരുടെ ലേഖനം 1:18 എന്താ പൗലോസ് പറഞ്ഞത്? വായിക്കാം. 1:18. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചു. കണ്ടോ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ മതി. എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാൽ മതി. ഞാൻ ക്രിസ്തുവിൻ്റേതായതുകൊണ്ട്, അല്ലേ, ഞാൻ ക്രിസ്തുവിൻ്റേതായപ്പോൾ ഞാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ അവകാശിയായി. സ്വർഗത്തിലെ പിതാവിൻ്റെ അവകാശിയായപ്പം ഈ ലോകത്തോട്ട് ഞാനൊന്ന് നോക്കിയാൽ മതി. ഈ ലോകത്ത് എല്ലാ നന്മയും എൻ്റെ പിതാവിൻ്റെയാ, എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെയാ. ഞാൻ ക്രിസ്തുവേശുവിൽ ഞാൻ ആയപ്പോൾ ഈ ഭൂമി ഉണ്ടാക്കിയ പിതാവായ ദൈവത്തിൻ്റെ മകളും മകനുമായി തീർന്നു ഞാൻ. അല്ലേ, 1:18 പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയാം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. എന്തിനാ ഒന്ന് പ്രകാശിക്കണ്ടേ? വായിച്ചേ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള പ്രത്യാശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ക്രിസ്തുവിന്റെ അവകാശത്തിന്റെ മഹിമാധനം. ക്രിസ്തുവേശുവിൽ ആരുടെ? വിശുദ്ധന്മാരുടെ മഹിമാധനം. ഹല്ലേലൂയ. ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ് നിങ്ങളുടേതെന്നൊന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയാൻ. ഹല്ലേലൂയ. അപ്പം ആ കള്ളത്തരം ഒന്നും കാണിക്കണ്ട, ആരെയും വെട്ടുകയും തിരിക്കുകയും വേണ്ട, ഒന്നും പറയണ്ട. ക്രിസ്തുവിൻ്റേതായാൽ മതി. ക്രിസ്തുവിൻ്റേതാകുമ്പോൾ നന്മയും കരുണയും എൻ്റെ പിന്നാലെ ഇങ്ങ് വരും. നന്മയും കരുണയും എൻ്റെ പിന്നാലെ വന്നിട്ട് എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയും, ദേ ഞങ്ങളൊക്കെ നിങ്ങളുടേതാ, നിൻ്റേതാ.
ഹല്ലിയ. ഈ നന്മയും കരുണയും എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയും, ഞാൻ നിൻ്റെ വീട്ടിൽ ഇനി എന്നേക്കും പാർക്കും. എന്താ? നീ ക്രിസ്തുവിൻ്റെതായി. ഹല്ലിയ. അതുകൊണ്ട് നന്മയും കരുണയും അവകാശമായി എൻ്റെ വീട്ടിൽ വരും. ആ ബഹുമാനം എൻ്റെ തോളത്തിരിക്കും. ഹല്ലിയ. മാന്യത എൻ്റേതായി തീരും. സ്തോത്രം. ഈ സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ എനിക്ക് ലഭിക്കാനുള്ള സകല ഗുണങ്ങളും എൻ്റേതായി തീരും. ഹല്ലിയ. ഞാൻ ക്രിസ്തുവിൻ്റേതായതുകൊണ്ട്, ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കുന്നത് കൊണ്ട് പിതാക്കന്മാരുടെ സകല അനുഗ്രഹങ്ങളും എൻ്റേത് സൗജന്യമായി എൻ്റേതായി തീർന്നു. ഹല്ലേലൂയ. ഓൾറെഡി ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചു തരണം. എൻ്റെ ചുറ്റിനും നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളൊന്ന് കാണുവാൻ, ദൈവം സൗജന്യമായി നൽകിയതെല്ലാം ഒന്ന് കാണുവാൻ എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഹാലിയ. ഈ ലോകത്തിൻ്റെ ദ്രവത്വങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ച് ഞാൻ ഹാലിയ സൗജന്യമായി ലഭിച്ച നന്മകളൊന്ന് കാണുവാൻ എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. കർത്താവ് സഹായിക്കട്ടെ. ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ചു വരട്ടെ. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെ സകല നന്മകളും ഈ ഭൂമിയിൽ ലഭിക്കാനുള്ള സകല അനുഗ്രഹങ്ങളും ഓൾറെഡി ലഭിച്ചിരിക്കുക. അതാ ATM കാർഡിട്ട് ആ മെഷീനകത്തുനിന്ന് പൈസ വിത്ഡ്രോ ചെയ്യുന്നത് പോലെ നമ്മുടെ വിശ്വാസം ഈ നന്മയെല്ലാം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് റിലീസാക്കി തരും. ഞാൻ വീണ്ടും പറയാ, ഞാനൊരു അവകാശിയാണ്. ഹല്ലിയ. ഞാൻ സ്വർഗത്തിലെ അപ്പായുടെ മകളാണ്. ഹല്ലിയ. ഞാൻ ആ ഉദാഹരണം, ATM കാർഡിൻ്റെ ഉദാഹരണം ഉപയോഗിക്കാം. എൻ്റെ സാലറി വരുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിനകത്തോട്ടാണ്. ഞാൻ ഈ ATM കാർഡ് ഉപയോഗിച്ചാലേ എൻ്റെ സാലറി എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ATM കാർഡ് ഒരു കറൻസിയാണ്. എന്തിൻ്റെ കറൻസിയാണ്? എൻ്റെ പണം, ബാങ്കിനകത്ത് കിടക്കുന്ന പണം ഉപയോഗിക്കാനുള്ള കറൻസിയാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ അപ്പ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് വെച്ചിരിക്കുക. പക്ഷേ ഈ അനുഗ്രഹമെല്ലാം വിത്ഡ്രോ ചെയ്യണമെങ്കിൽ എനിക്കൊരു ATM കാർഡ് വേണം. ഈ ATM കാർഡിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലിയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ. എന്തും കൊണ്ട് പ്രകാശിക്കാൻ? വിശ്വാസം കൊണ്ടൊന്ന് പ്രകാശിക്കാൻ. ഈ ATM കാർഡായ വിശ്വാസം കൊണ്ടൊന്ന് പ്രകാശിച്ചാൽ ഈ വിശ്വാസമായ ATM കാർഡ് ഇങ്ങനെ ഇടും, സ്വർഗത്തിൽ നിന്ന് നന്മകൾ നേടിയെടുക്കും. ഹല്ലിയ. പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ എൻ്റെ മടിയിൽ വന്ന് വീണോണ്ടേയിരിക്കും. സ്തോത്രം. ഇന്ന് വിശ്വാസമായ കറൻസി മാത്രമേ സ്വർഗത്തിൽ ചെലവാകത്തുള്ളൂ. ഇന്ന് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. എൻ്റെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളുമുണ്ട്. ഞാൻ വിശ്വാസം എന്ന കാർഡിട്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് റിലീസാക്കിക്കൊണ്ടിരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലിയ. എൻ്റെ വിശ്വാസം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അളവൊന്ന് വർദ്ധിച്ചു വരട്ടെ. ഹല്ലിയ. കാണുന്നതും കേൾക്കുന്നതുമല്ല. ഹല്ലിയ. എൻ്റെ ദൈവം, ഈ ബൈബിളിനകത്ത് ദൈവം എന്നോട് പറഞ്ഞത് മാത്രമേ നടക്കത്തുള്ളൂ. ഈ ബൈബിളിനകത്ത് എന്നോട് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും എൻ്റേതാണ്. ഈ വാഗ്ദത്തങ്ങൾ ഞാൻ നേടിയെടുക്കും. എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ഹല്ലിയ. ഇന്ന് അങ്ങനെ ആയിരിക്കട്ടെ പ്രാർത്ഥന പലവരുടെയും. എൻ്റെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ച് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകളൊന്ന് കാണാൻ എന്നെ ഒന്ന് കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ.